ഹരേ കൃഷ്ണ. നമസ്കാരം. ഈ 2026 വർഷം തുടങ്ങിയത് മുതൽ കാര്യങ്ങളൊന്നും വിചാരിച്ചതുപോലെ നടക്കുന്നില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുന്നവർക്ക് ഒരൊറ്റ വാക്കിൽ ഞാൻ ഉത്തരം തരാം. വിഷമിക്കേണ്ട. ജൂൺ മാസം ഇതാ വന്നെത്തി കഴിഞ്ഞു. ഈ വർഷത്തെ ഏറ്റവും വലിയ ജ്യോതിഷ വഴിത്തിരിവാണ് ഈ ജൂൺ മാസത്തിൽ സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം തരുന്ന ഒരു വലിയ ഗ്രഹം അതിന്റെ ഏറ്റവും ശക്തമായ നിലയിലേക്ക് മാറാൻ പോവുകയാണ്. ഈ മാസത്തെ ഏറ്റവും വലിയ താരം ഗുരുഭഗവാനാണ്, വ്യാഴം. ജൂൺ മാസം 2-ാം തീയതി തന്നെ ഗുരുഭഗവാൻ കർക്കിടകൻ രാശിയിലേക്ക് മാറുകയാണ്. ജ്യോതിഷത്തിൽ ഇതിനെ ഉച്ചനാവുക എന്ന് പറയും. അതായത് ഭഗവാൻ തന്റെ മുഴുവൻ അനുഗ്രഹങ്ങളും ഐശ്വര്യവും തരാൻ പാകത്തിൽ അതീവ ശക്തനാകുന്ന സമയം. നിങ്ങളുടെ മനസമാധാനം തിരിച്ചു കിട്ടാനും കുടുംബത്തിലെ പ്രശ്നങ്ങളും പണത്തിന്റെ തടസ്സങ്ങളും മാറാനും ഇത് വലിയ രീതിയിൽ സഹായിക്കും. അതോടൊപ്പം ശുക്രനും ബുധനും കൂടി കർക്കിടകത്തിൽ വന്നു ചേരുന്നത് കൊണ്ട് ഈ മാസം നിങ്ങളുടെ ബുദ്ധിയേക്കാൾ കൂടുതൽ നിങ്ങളുടെ മനസ്സിന്റെ ശബ്ദം കേൾക്കാൻ ശ്രമിക്കണം. മനസ്സ് പറയുന്ന കാര്യങ്ങൾ ഈ മാസം 100% ശരിയായിരിക്കും. പക്ഷേ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം, മാസം അവസാനിക്കാറാകുമ്പോൾ, അതായത് ജൂൺ 29-ന് ബുധൻ വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ജൂൺ 25-ന് ശേഷം വലിയ പണമിടപാടുകൾ നടത്തുമ്പോഴും പുതിയ കരാറുകളിൽ ഒപ്പിടുമ്പോഴും ആരോടെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോഴും ഒരല്പം ജാഗ്രത വേണം. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ആദ്യത്തെ 3 ആഴ്ച വലിയ മുന്നേറ്റത്തിന്റെ സമയവും അവസാന വാരം ഒരല്പം കാത്തിരുന്ന് കാണേണ്ട സമയവുമാണ്. ഇനി ഈ മാറ്റങ്ങൾ നിങ്ങളുടെ നക്ഷത്രത്തെയും രാശിയെയും എങ്ങനെ ബാധിക്കുമെന്നും ജോലി, പണം, ആരോഗ്യം എന്നിവയിൽ എന്തൊക്കെ സംഭവിക്കുമെന്നും നമുക്ക് ഒട്ടും സമയം കളയാതെ നോക്കാം. ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ പൊതുവായ ജ്യോതിഷ ഗണനകളെയും ഗ്രഹസ്ഥിതികളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. ജ്യോതിഷ ശാസ്ത്രത്തിലും അതിന്റെ വിശ്വാസങ്ങളിലും താല്പര്യമുള്ളവർക്കായി മാത്രം തയ്യാറാക്കിയിട്ടുള്ള ഒരു മാർഗനിർദ്ദേശമാണിത്. ഇതിൽ വിശ്വാസമില്ലാത്തവർ ഈ വീഡിയോ ദയവായി സ്കിപ്പ് ചെയ്യുക, ഒഴിവാക്കുക. കമന്റ് ബോക്സിൽ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള അധിക്ഷേപകരമായ പെരുമാറ്റങ്ങൾ ദയവായി ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വ്യക്തികളുടെ ജാതകത്തിലെ ദശാകാലങ്ങൾ അനുസരിച്ച് അനുഭവങ്ങളിൽ മാറ്റങ്ങൾ വരാം. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് 7-ാമത്തെ രാശിയായ തുലാം രാശി അഥവാ തുലാക്കൂറുകാരുടെ കാര്യമാണ്. ചിത്തിര നക്ഷത്രത്തിന്റെ അവസാന പകുതി, ചോതി, വിശാഖം നക്ഷത്രത്തിന്റെ ആദ്യത്തെ 1/4 ഭാഗം എന്നിവ ചേരുന്നതാണ് തുലാക്കൂറ്. ശുക്രൻ അധിപനായി വരുന്ന, എപ്പോഴും ജീവിതത്തിൽ ഒരു ബാലൻസിങ് ആഗ്രഹിക്കുന്ന, സൗന്ദര്യ പിണക്കങ്ങളും സ്നേഹവും ഒരുപോലെ കൊണ്ട് നടക്കുന്ന തുലാം രാശിക്കാർക്ക് ഈ ജൂൺ മാസം ഭാഗ്യത്തിന്റെ ഒരു പുതിയ വാതിൽ തന്നെയാണ് തുറക്കാൻ പോകുന്നത്. നീതിക്കും ന്യായാധിപനുമായ ശനി ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട രാശിയാണ് തുലാം രാശി. കഴിഞ്ഞ കുറെ മാസങ്ങളായി എന്റെ കരിയറിലും കുടുംബത്തിലും ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെട്ടിരുന്ന കുറെ ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകും. അഷ്ടമശനി നൽകിയ മാനസിക ബുദ്ധിമുട്ടുകൾക്കും 9-ാം ഭാവത്തിലെ ഗുരുവിന്റെ സഞ്ചാരം കാരണം ഭാഗ്യ തടസ്സങ്ങളുമൊക്കെ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാകും. എന്ത് കാര്യം തുടങ്ങാൻ പോയാലും അവസാന നിമിഷം അത് മുടങ്ങിപ്പോകുന്നു എന്നതായിരുന്നു നിങ്ങളുടെ പ്രധാന പരാതി. ഇനി ആ സങ്കടങ്ങളൊക്കെ മാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വസന്തകാലം തുടങ്ങാൻ പോവുകയാണ്. ജൂൺ മാസം 2-ാം തീയതിയോടെ ജഗദ്ഗുരുവായ വ്യാഴഭഗവാൻ നിങ്ങളുടെ 9-ാം ഭാവത്തിൽ നിന്ന് മാറി നിങ്ങളുടെ 10-ാം ഭാവമായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കർക്കിടകം എന്നത് പറയുന്നത് ഗുരുഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അവിടെ അദ്ദേഹം ഉച്ചനായിട്ടാണ് നിൽക്കുന്നത്. ഒരു ജാതകത്തിന്റെ 10-ാം ഭാവം അഥവാ കർമ്മസ്ഥാനത്ത് ജഗദ്ഗുരു ഉച്ചനായി വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ സങ്കല്പിക്കുന്നതിലും അപ്പുറമാണ്. പുതിയ പദവികൾ, അംഗീകാരങ്ങൾ, അധികാരങ്ങൾ ഒക്കെ നിങ്ങളെ തേടി വരും. അതോടൊപ്പം നിങ്ങളുടെ രാശിയധിപനായ ശുക്രനും ഈ മാസം നിങ്ങളുടെ കരിയറിനെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. ഈ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും നക്ഷത്രങ്ങൾ അനുസരിച്ച് എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് വളരെ ആഴത്തിൽ വിശദമായി തന്നെ നോക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും നക്ഷത്രങ്ങൾ അനുസരിച്ചുള്ള പൊതുഫലമാണ് പറയുന്നത്. എങ്കിലും നിങ്ങളുടെ ജാതകത്തിലെ ദശാകാലങ്ങൾ കൂടി നോക്കി വേണം അന്തിമ തീരുമാനങ്ങൾ എടുക്കാൻ. നമുക്ക് ആദ്യം തന്നെ തുലാക്കൂറിലെ ആദ്യത്തെ നക്ഷത്രമായ ചിത്തിര നക്ഷത്രത്തിന്റെ 3-4 പാദങ്ങളിൽ ജനിച്ചവരുടെ കാര്യം നോക്കാം. ചൊവ്വയാണ് നിങ്ങളുടെ നക്ഷത്രാധിപൻ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഒരു പോരാട്ട വീര്യവും എടുത്തുചാട്ടവും ഉണ്ടാകും. ഈ ജൂൺ മാസത്തിൽ 10-ാം ഭാവത്തിലെ ഉച്ചവ്യാഴത്തിന്റെ സ്വാധീനം നിങ്ങളുടെ നക്ഷത്രത്തിന് വലിയൊരു കരിയർ കുതിച്ചുചാട്ടമാണ് നൽകാൻ പോകുന്നത്. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കഴിഞ്ഞ കുറെ മാസങ്ങളായി അർഹിച്ച അംഗീകാരം ലഭിക്കാതെ വിഷമിക്കുകയായിരുന്നോ? എങ്കിൽ ജൂൺ 15-ന് മുൻപായി നിങ്ങൾക്ക് അനുകൂലമായ പുതിയ ഉത്തരവ് കൈകളിൽ വരും. റിയൽ എസ്റ്റേറ്റ് രംഗത്തോ നിർമ്മാണ മേഖലയിലോ ആർക്കിടെക്ട് ജോലികളിലോ എത്തിയിരിക്കുന്ന
ഇരിക്കുന്ന ചിത്രക്കാർക്ക് വലിയ പുതിയ പ്രൊജക്ടുകൾ ഒപ്പിടാൻ സാധിക്കും. കടം വാങ്ങിയിട്ട് തിരിച്ചു തരാതെ നിങ്ങളെ പറ്റിച്ചവർ ഈ മാസം പണം തനിയെ കൊണ്ടുവന്നു തരും. പഴയ ഇൻഷുറൻസ് തുകയോ ഒക്കെ മാറി കയ്യിൽ പണത്തിന്റെ ഒഴുക്ക് കൂടും. കുടുംബത്തിലേക്ക് ആവശ്യമായ വലിയ ആഡംബര വസ്തുക്കളോ ഇലക്ട്രോണിക് സാധനങ്ങളോ ഒക്കെ വാങ്ങാൻ ഈ സമയം സാധിക്കും. അവിവാഹിതരായ ചിത്ര നക്ഷത്രക്കാർക്ക് ഈ മാസത്തിന്റെ ആദ്യ പകുതിയിൽ വരുന്ന ആലോചനകൾ വളരെ അനുയോജ്യമായ ബന്ധങ്ങൾ വരാനും അത് പെട്ടെന്ന് തന്നെ ഉറപ്പിക്കാനും സാധിക്കും. ദാമ്പത്യത്തിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ ഈ മാസം പമ്പ കടക്കും. പക്ഷേ ജൂൺ 21 ശേഷം ചൊവ്വ 10ാം ഭാവത്തിലേക്ക് മാറുകയാണ്. അവിടെ നിൽക്കുന്ന ഉച്ചവാഴത്തോട് ചൊവ്വ ചേരുമ്പോൾ ജോലി സ്ഥലത്ത് അനാവശ്യമായ ഈഗോ അല്ലെങ്കിൽ തർക്കങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ ദേഷ്യം പൂർണ്ണമായി നിയന്ത്രിക്കണം. മാസാവസാനം ബുധൻ വക്രഗതിയിലാകുന്നത് കൊണ്ട് ആർക്കും നിങ്ങളുടെ പേരിൽ ജാമ്യം നിൽക്കരുത്. ചിത്ര നക്ഷത്രക്കാർ ഈ മാസം എല്ലാ വ്യാഴാഴ്ചയും സുബ്രഹ്മണ്യ സ്വാമിക്ക് ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തുന്നതും ശത്രുസംഹാര പുഷ്പാഞ്ജലി കഴിക്കുന്നതും ഈ ദോഷങ്ങൾ നിയന്ത്രിക്കാൻ സഹായിക്കും. അടുത്തതായി തുലാക്കൂറിലെ രണ്ടാമത്തെ നക്ഷത്രമായ ചോതി നക്ഷത്രം. രാഹു അധിപനായി വരുന്ന നക്ഷത്രമാണ് ചോതി. നിങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമേ അനുഭവിച്ച മാനസികമായ അലച്ചിലുകൾക്കും അപവാദങ്ങളും നന്നായി അറിയാം. ഞാൻ എല്ലാവർക്കും നല്ലത് ചിന്തിച്ചിട്ടും ആളുകൾ എന്നെ തെറ്റുകാരനായി കാണുന്നുവല്ലോ എന്നൊരു വലിയ സങ്കടം നിങ്ങൾ കൊണ്ടു നടന്നിട്ടുണ്ടാകണം. ഇനി ആ കണ്ണീരൊക്കെ തുടച്ചേക്കൂ. കാരണം 10ാം ഭാവത്തിലെ ഉച്ചവ്യാഴത്തിന്റെ സ്വാധീനം വരുന്നത് നിങ്ങളുടെ പേരിനും പ്രശസ്തിക്കും വലിയൊരു കാവലാകും. സമൂഹത്തിൽ നിങ്ങളുടെ വില വർദ്ധിക്കാൻ പോവുകയാണ്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ചോദ്യക്കാർക്ക് പഠിക്കാനോ അല്ലെങ്കിൽ ജോലിക്കോ വേണ്ടിയിട്ട് വിസ തടസ്സങ്ങളെല്ലാം മാറി ജൂൺ 10നും 25നും ഇടയിൽ യാത്രാരേഖകൾ ശരിയായി കിട്ടും. IT മേഖലയിലുള്ളവർക്കും മീഡിയ, ജേർണലിസം, കമ്പ്യൂട്ടർ രംഗങ്ങളിലുള്ളവർക്കും ഈ മാസം ഒരു സുവർണകാലമാണ്. 10ാം ഭാവത്തിൽ നിൽക്കുന്ന ഉച്ചഗുരുവും നിങ്ങളുടെ രാശിയധിപനായ ശുക്രനും ഒത്തുചേരുമ്പോൾ ബിസിനസ്സിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാകും. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ബിസിനസ് ഡീലിൽ നിന്നോ അല്ലെങ്കിൽ പഴയ നിക്ഷേപങ്ങളിൽ നിന്നോ വലിയൊരു തുക നിങ്ങളെ തേടി വരും. പഴയ കടങ്ങൾ എല്ലാം വീട്ടാൻ ഈ മാസം നിങ്ങൾക്ക് സാധിക്കും. വീട്ടിൽ കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ചോതി നക്ഷത്രക്കാർക്ക് സന്താന ഭാഗ്യത്തിനുള്ള നല്ല വാർത്തകൾ കേൾക്കാൻ പറ്റിയ സമയമാണിത്. പ്രണയബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ മാറി പരസ്പര വിശ്വാസം കൂടും. രാഹുവിന്റെ നക്ഷത്രമായതുകൊണ്ട് പെട്ടെന്ന് ആരെങ്കിലും വന്ന് വലിയ ലാഭം തരാം എന്ന് പറഞ്ഞ് മോഹിപ്പിച്ചാൽ അതിൽ പോയി വീഴരുത്. പ്രത്യേകിച്ച് ഓൺലൈൻ വഴിയുള്ള പണമിടപാടുകളിൽ ജാഗ്രത വേണം. ജൂൺ 25 ശേഷം പുതിയ പാർട്ട്ണർഷിപ്പുകളിൽ ഒപ്പിടരുത്. ചോതി നക്ഷത്രക്കാർ ശനിയാഴ്ചകളിൽ സർപ്പക്ഷേത്രത്തിൽ പോയി നല്ലെണ്ണ വിളക്ക് തെളിയിക്കുന്നതും രാഹു സൂക്തം ജപിക്കുന്നതും നിങ്ങളുടെ മനസ്സിലെ ഭയം ഇല്ലാതാക്കാനും കാര്യവിജയത്തിനും ഉത്തമമാണ്. ഇനി നമുക്ക് തുലാക്കൂറിലെ അവസാനത്തെ നക്ഷത്രമായ വിശാഖം നക്ഷത്രത്തിന്റെ 1, 2, 3 പാദങ്ങളിൽ ജനിച്ചവരുടെ കാര്യത്തിലേക്ക് വരാം. വിശാഖത്തിന്റെ അധിപൻ നിങ്ങളുടെ സ്വന്തം ഗുരുഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ജൂൺ മാസത്തിലെ മഹാസംഭവം വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പോകുന്നത് വിശാഖം നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ കരിയറിൽ ഒരു വലിയ വഴിത്തിരിവ് ഉണ്ടാകാൻ പോകുന്നു. കുറെ കാലമായി പുതിയൊരു തൊഴിലിനായി അലഞ്ഞ ചെറുപ്പക്കാർക്ക് ഈ മാസം നല്ല ശമ്പളത്തോടെ അന്തസ്സുള്ള ഒരു നല്ല ജോലി ലഭിക്കും. നിലവിൽ ജോലിയുള്ളവർക്ക് വലിയൊരു പ്രമോഷൻ ലഭിക്കും. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഓഫീസിൽ എല്ലാവരും കേൾക്കും. നിങ്ങളുടെ വാക്കിന് വലിയ വിലയുണ്ടാകും. അധ്യാപകർ, ബാങ്ക് ജീവനക്കാർ, ഉപദേശകർ അതായത് കൺസൾട്ടൻസ്, വക്കീലന്മാർ എന്നിവർക്ക് ഈ മാസം പേരും പ്രശസ്തിയും വർദ്ധിക്കും. നിങ്ങളുടെ നക്ഷത്രാധിപൻ കർമ്മസ്ഥാനത്ത് ഉച്ചനായി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വരുമാന മാർഗങ്ങൾ വർദ്ധിക്കും. പുതിയ വീട് വാങ്ങാനോ ഫ്ളാറ്റ് വാങ്ങാനോ അല്ലെങ്കിൽ സ്വന്തമായി ഒരു വസ്തു വാങ്ങാനോ ഉള്ള ലോണുകൾ പെട്ടെന്ന് പാസ്സായി കിട്ടും. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ സാധിക്കും. കുടുംബത്തിൽ ഒരു വലിയ മംഗളകർമ്മമോ നടക്കും. കഴിഞ്ഞ കുറെ കാലമായി അലട്ടിയിരുന്ന വിട്ടുമാറാത്ത രോഗങ്ങൾ, പ്രത്യേകിച്ച് വയറ് സംബന്ധമായതോ അല്ലെങ്കിൽ ലിവർ സംബന്ധമോ ആയ ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് ഈ മാസം കൃത്യമായ ചികിത്സയിലൂടെ വലിയൊരു രോഗമുക്തി ലഭിക്കും. വളരെ നല്ലതാണെന്ന് കരുതി ഒരു കാര്യത്തിലും അലസത കാണിക്കാൻ നിൽക്കരുത്. അഹങ്കാരം ഉള്ളിൽ വരാൻ അനുവദിക്കരുത്. മാസാവസാനം നിങ്ങളുടെ നക്ഷത്രാധിപന്റെ കൂടെ നിൽക്കുന്ന ബുധൻ വക്രഗതിയിലാകുന്നതുകൊണ്ട് ഓഫീസിലെ പ്രധാനപ്പെട്ട ഫയലുകളോ ഇമെയിലുകളോ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു വട്ടം കൂടി പരിശോധിക്കണം. വിശാഖം നക്ഷത്രക്കാർ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി പാൽപായസം വഴിപാട് കഴിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിയാക്കാൻ സഹായിക്കും. സാധിക്കുമെങ്കിൽ വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രം ധരിക്കുക.
അപ്പോൾ പൊതുവെ നോക്കിയാൽ ഈ ജൂൺ മാസം നിങ്ങളുടെ കരിയറിലെ വലിയൊരു ഇരുണ്ട കാലഘട്ടം മാറി വെളിച്ചം വരുന്ന മാസമാണ്. ഗുരു ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായും നിങ്ങളുടെ കൂടെയുണ്ട്. ഭയപ്പെടാതെ ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ. എല്ലാ തുലാക്കൂറുകാരും ഈ മാസം ദിവസവും രാവിലെ എഴുന്നേറ്റ് ശ്രീരാമജയം എന്ന മന്ത്രം 108 തവണ ജപിക്കുന്നത് നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറാൻ സഹായിക്കും. പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും എപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട്. സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.